ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുവാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും ദൈവം ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? ദൈവം അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാനും ദോഷത്തെയും പകയെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്കൽ ഏൽപ്പിക്കുന്നു, അനാഥന് നീ സഹായിയാകുന്നു. അനേക ദുഷ്ടരായിട്ടുള്ള മനുഷ്യരും അവരെ ചതിവും വഞ്ചനയും അന്യായവും ഒക്കെ ചെയ്യുമ്പോൾ അവർ നിരൂപിക്കുന്നത് ഇതൊക്കെ ആര് കാണുവാനാണ്, ദൈവം ഇതൊന്നും കാണുവാനായിട്ട് പോകുന്നില്ല എന്ന് അവൻ മനസ്സിൽ തന്നെ പറയുകയാണ്. തന്നോട് ചോദിക്കുവാനോ തനിക്ക് പകരം നൽകുവാനോ ഒന്നും ആരുമില്ല, തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് നിരൂപിച്ചുകൊണ്ട് ദോഷം ചെയ്യുന്ന ദുഷ്ടരായ മനുഷ്യരെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അത് കണ്ടിരിക്കുന്നു. ദൈവം കൃത്യമായും ദൈവത്തിൻ്റെ കൈകൊണ്ട് തന്നെ പകരം ചോദിക്കും. അതിന് പല മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കും. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിൽ 2.5 വയസ്സുള്ള ഒരു ബാലികയ്ക്ക് നേരെ ക്രൂരമായ ഒരാക്രമണം 2-3 ആയമാർ ചേർന്ന് നടത്തിയത് നാം സോഷ്യൽ മീഡിയ വഴി കാണുകയുണ്ടായി. യൂട്യൂബിലെല്ലാം അത് ധാരാളമായിട്ട് നാം കേൾക്കുകയുണ്ടായി. അമ്മ മരിച്ച് 16-ാം ദിവസമായപ്പോഴേക്കും അച്ഛൻ ആത്മഹത്യ ചെയ്തു. അനാഥരാക്കപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്ന് 2.5 വയസ്സുള്ള ഒരു മോളും 1 വയസ്സുള്ള മറ്റൊരു മോളും, 2 കുഞ്ഞുങ്ങൾ അവർ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് വളരെ കഷ്ടമായൊരവസ്ഥയിൽ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്തുവാൻ ആരുമില്ലാതെ അനാഥാലയത്തിലാക്കപ്പെട്ട ആ 2 കുഞ്ഞുങ്ങളുടെ നേരെ ക്രൂരമായ മനസ്സോടുകൂടി 2-3 സ്ത്രീകൾ അവരുടെ ജനനേന്ദ്രിയത്തിൽ നുള്ളി പരിക്കേൽപ്പിച്ചു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ആ കുഞ്ഞ് മക്കൾ കിടക്കയിൽ മൂത്രമൊഴിക്കും എന്നുള്ളതാണ്. അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആ ബാല്യങ്ങൾ എത്രയോ ഭയത്തോടും എത്രയോ അരക്ഷിതാവസ്ഥയിലും എത്രയോ സങ്കടത്തിലും അതുങ്ങൾ കഴിഞ്ഞുകൂടുന്നു. അതുങ്ങൾക്ക് അഭയം കൊടുക്കേണ്ട ശിശു സംരക്ഷണ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലെ ക്രൂരരായ മനസ്സാക്ഷിയില്ലാത്ത നിഷ്ഠൂരരായ അമ്മമാർ, അവർക്ക് മക്കളുണ്ടല്ലോ, അവരും അമ്മമാരാണല്ലോ, അങ്ങനെയുള്ള 3 ആയമാർ ചേർന്ന് ആ കൊച്ചു കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരുടെ ജനനേന്ദ്രിയത്തിൽ കൈകൊണ്ട് നുള്ളി പരിക്കേൽപ്പിച്ചു. വാവിട്ട് നിലവിളിക്കുകയല്ലാതെ തിരികെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത അനാഥമായ ആ ബാല്യത്തോട് കാണിച്ച ക്രൂരത അവർ വിചാരിച്ചു, ആര് കേൾക്കാൻ, ആരറിയുവാൻ, തങ്ങളോട് ചോദിക്കുവാനായിട്ട് ആരാണ് ഉള്ളത്? ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് ആ സ്ത്രീകൾ 3 പേരും അത് ചെയ്യുകയും മറ്റ് ഇടങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടിയപ്പോൾ ഇനി അവൾ കിടന്ന് മൂത്രം ഒഴിക്കില്ല, അതിനുള്ള മരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയ വഴി നാം കാണുകയുണ്ടായി, അത് കേൾക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഈ ആയമാർ ദൈവം അത് പകരം ചോദിക്കാതെ വിടുമോ? ദൈവം പകരം ചോദിക്കാതെ വിടുകയില്ല. അവിടെ പറയുകയാണ്, അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു, അനാഥന് നീ സഹായിയാകുന്നു. അഗതിക്ക് വേറൊരു വഴിയുമില്ല, ദൈവത്തിൽ തന്നെത്താൻ ഏൽപ്പിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. എന്നാൽ അനാഥന് ദൈവം സഹായിയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു. അത് വെളിച്ചത്ത് കൊണ്ടുവരുവാനും ഇപ്പോൾ ആയമാർ ജയിലിൽ കിടന്ന് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ പരിശീലിക്കുന്നുണ്ടാവും. കാരണം ജയിലധികാരികൾ മിക്കവാറും അവരെ നിർത്തിയും ഇരുത്തിയും എല്ലാം മൂത്രം ഒഴിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം കൊടിയ ക്രൂരതയാണ് ആ കൊച്ചു കുഞ്ഞുങ്ങളോട് അവർ കാണിച്ചത്. തീർച്ചയായിട്ടും അവരും അതുപോലെ തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് കോടതി അവർക്ക് ജാമ്യം പോലും കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ദുഷ്ടതയും വഞ്ചനയും എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അത് കാണുന്നില്ല, ദൈവം അത് അറിയുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുട്ടത്ത് ചെയ്യുന്ന ദുഷ്ടത, വഞ്ചന, ചതിവ് ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. സാധുക്കളെ പകയ്ക്കുന്നു, അവരുടെ ന്യായത്തെ മറിച്ച് കളയുന്നു, ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം തക്ക സമയത്ത് ഇതിനൊക്കെയും മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ദൈവം നമ്മെ കാണുന്നു, ദൈവം നമ്മെ അറിയുന്നു. നാം നടക്കുന്നതും നാം ഇരിക്കുന്നതും നാം എഴുന്നേൽക്കുന്നതും എല്ലാം
അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഭയന്നുകൊണ്ട് ജീവിക്കുവാൻ ഈ തലമുറയിൽ ഈ ഒരു മെസ്സേജ് അതിനൊരു കാരണമായി തീരട്ടെ. ഈ ദൈവവചനം അതിൻ്റെ കാരണമായി തീരട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.